ശാന്തി 22/6/25 പ്രഭാതമുരളി അവ്യക്ത ബാബ്ദാദ റിവൈസ് 15/12/2005 മധുബൻ. ഇപ്പോൾ സ്നേഹത്തിൻ്റെയും സഹയോഗത്തിൻ്റെയും രൂപരേഖ സ്റ്റേജിൽ കൊണ്ടുവരൂ. ഓരോരുത്തർക്കും ഗുണങ്ങളുടെയും ശക്തികളുടെയും ഗിഫ്റ്റ് നൽകൂ. ഇന്ന് പരമാത്മാവായ പിതാവ് തൻ്റെ 4 ഭാഗത്തുമുള്ള പരമാത്മാ സ്നേഹത്തിൻ്റെ അധികാരികളായ കുട്ടികളെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ പരമാത്മാ സ്നേഹം വിശ്വത്തിൽ കോടിയിലും ചിലർക്കാണ് പ്രാപ്തമാകുന്നത്. ഈ പരമാത്മാ സ്നേഹം നിസ്വാർത്ഥ സ്നേഹമാണ്. കാരണം ഒരേ ഒരു പരമാത്മാവാകുന്ന പിതാവ് തന്നെയാണ് നിരാകാരനും നിരഹങ്കാരിയും. മനുഷ്യാത്മാക്കൾ ശരീരധാരി ആയത് കാരണം ഏതെങ്കിലുമൊക്കെ സ്വാർത്ഥതയിൽ വരിക തന്നെ ചെയ്യുന്നു. പരമാത്മാവാകുന്ന പിതാവ് തന്നെയാണ് തൻ്റെ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള നിസ്വാർത്ഥ സ്നേഹം നൽകുന്നത്. പരമാത്മാ സ്നേഹം ബ്രാഹ്മണ ജീവിതത്തിൻ്റെ വിശേഷ ആധാരമാണ്. ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ജീവദാനമാണ്. ബ്രാഹ്മണ ജീവിതത്തിൽ പരമാത്മാ സ്നേഹത്തിൻ്റെ അനുഭവം കുറവാണെങ്കിൽ സ്നേഹമില്ലാതെ ജീവിതം രമണീകമല്ല, വരണ്ട ജീവിതം ആയി പോകുന്നു. പരമാത്മാ സ്നേഹം ജീവിതത്തിൽ സദാ കൂട്ടും നൽകുന്നു. കൂട്ടുകാരനായി സദാ സഹയോഗിയായി ഇരിക്കുകയും ചെയ്യുന്നു. എവിടെ സ്നേഹമുണ്ടോ, കൂട്ടുണ്ടോ, അവിടെ സർവ്വതും വളരെ സഹജവും സരളവുമാകുന്നു. പ്രയത്നത്തിൻ്റെ അനുഭവം ഉണ്ടാകുന്നില്ല. ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടല്ലോ. പരമാത്മാ പ്രിയരായവർ ഏതെങ്കിലും വ്യക്തിയുടെയോ സാധനങ്ങളുടെയോ ആകർഷണത്തിൽ വരിക സാധ്യമല്ല. കാരണം പരമാത്മാവിൻ്റെ ആകർഷണം, പരമാത്മാ സ്നേഹം, സദാ സ്നേഹം കാരണം ലവ്ലീൻ ആയിരിക്കുന്നതിൻ്റെ അനുഭവം ഉണ്ടാക്കിക്കുന്നു. അതിനെ ലോകർ പരമാത്മാവിൽ ലീനമാകുന്നതായി മനസ്സിലാക്കി. പരമാത്മാവിൽ ലീനം ആകുന്നില്ല, എന്നാൽ പരമാത്മാ സ്നേഹത്തിൽ ലവ്ലീൻ ആകുന്നു. ബാബ്ദാദ 4 ഭാഗത്തുമുള്ള കുട്ടികളെ നോക്കുകയാണ്. പരമാത്മാവിന് പ്രിയപ്പെട്ടവർ എല്ലാവരും ആയി. എന്നാൽ ഒന്നാണ് ലവ്ലിയായ കുട്ടികൾ, രണ്ടാമത്തേതാണ് ലവ്ലീൻ ആയ കുട്ടികൾ. അപ്പോൾ സ്വയം തന്നോട് ചോദിക്കൂ, ലവ്ലി എല്ലാവരുമാണ്, എന്നാൽ എത്രത്തോളം ലവ്ലീൻ ആയിരിക്കുന്നുണ്ട്? ലവ്ലീൻ ആയ കുട്ടികളുടെ അടയാളമാണ് അവർ സദാ പരമാത്മാവിൻ്റെ ആജ്ഞയിൽ സഹജമായി നടക്കുന്നു, ആജ്ഞയിലും ഇരിക്കുന്നു, ദേഹബോധത്തിൽ നിന്നും ബലിയർപ്പണമായും ഇരിക്കുന്നു. കാരണം സ്നേഹത്തിൽ ബലിയർപ്പണമാകുന്നത് പ്രയാസമല്ല. ഏറ്റവും ആദ്യത്തെ ആജ്ഞയാണ് യോഗി ഭവ പവിത്ര ഭവ. ബാബയ്ക്ക് കുട്ടികളോട് സ്നേഹം ഉള്ളത് കാരണം ബാബയ്ക്ക് കുട്ടികൾ പ്രയത്നിക്കുന്നത് കാണാൻ സാധിക്കുന്നില്ല. കാരണം ബാബയ്ക്കറിയാം 63 ജന്മം വളരെയധികം പ്രയത്നിച്ചു. ഇപ്പോൾ ഈ അലൗകിക ജന്മം പ്രയത്നത്തിൽ നിന്നും മുക്തമായി അതീന്ദ്രിയ സുഖത്തിൻ്റെ ആഹ്ലാദം ആഘോഷിക്കാനുള്ളതാണ്. അപ്പോൾ ആഹ്ലാദം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണോ, അതോ പ്രയത്നിക്കേണ്ടി വരുന്നുവോ? സ്നേഹത്തിൽ ആജ്ഞ അനുസരിച്ച് നടക്കുന്നത് പ്രയത്നമായി തോന്നുന്നില്ല. അഥവാ പ്രയത്നിക്കേണ്ടി വരുന്നുവെങ്കിൽ സ്നേഹത്തിൻ്റെ പെർസെൻറ്റേജ് കുറവാണ്. എവിടെയൊക്കെയോ സ്നേഹത്തിൽ കുറച്ചൊക്കെ ലീക്കേജ് ഉണ്ട്. 2 കാര്യങ്ങളുടെ ലീക്കേജ് പ്രയത്നം ഉണ്ടാക്കിക്കുന്നു. ഒന്ന്, പഴയ ലോകത്തിൻ്റെ ആകർഷണം. ലോകം എന്നതിൽ സംബന്ധവും പദാർത്ഥവും എല്ലാം വരുന്നു. രണ്ടാമത്തേത് പഴയ സംസ്കാരങ്ങളുടെ ആകർഷണം. ഈ പഴയ ലോകവും പഴയ സംസ്കാരവും അതിൻ്റെ നേർക്ക് ആകർഷിക്കുന്നു. അപ്പോൾ പരമാത്മാ സ്നേഹത്തിൽ പെർസെൻറ്റേജ് ഉണ്ടാകുന്നു. ചെക്ക് ചെയ്യൂ, ഈ 2 ലീക്കേജിൽ നിന്നും മുക്തമാണോ? ഓർമ്മിക്കൂ, ആത്മാവായ താങ്കളുടെ അനാദി സംസ്കാരവും ആദി സംസ്കാരവും എന്തായിരുന്നു? ഇപ്പോൾ അന്തിമത്തിലെ ബ്രാഹ്മണ ജീവിതത്തിൻ്റെ സംസ്കാരം എന്താണ്? അനാദിയും ആണ്, ആദിയുമാണ്. അന്തിമത്തിലും ശ്രേഷ്ഠ സംസ്കാരമാണ്. ഈ പഴയ സംസ്കാരം മധ്യത്തിലേതാണ്. അനാദിയല്ല, ആദിയല്ല, അന്ത്യത്തിലേതുമല്ല.
എന്നാൽ എല്ലാവരുടെയും ലക്ഷ്യം എന്താണ്? ഏതൊരു കുട്ടിയോട് ചോദിച്ചാലും ഒരേ ഉത്തരമാണ് നൽകുന്നത്. ലക്ഷ്യമാണ് ബാബയ്ക്ക് സമാനം ആകുന്നതിൻ്റേത്. ഇത് തന്നെയാണല്ലോ. ആണെങ്കിൽ കൈ ഉയർത്തൂ. ഈ ലക്ഷ്യം ഉണ്ടോ? ഉറപ്പാണോ? അതോ ഇടയ്ക്കിടയ്ക്ക് മാറിപ്പോകുന്നുണ്ടോ? അപ്പോൾ ബാബ കുട്ടികളോട് ചോദിക്കുകയാണ്, ബാബയും ദാദായും രണ്ടുപേരുടെയും സമാന സംസ്കാരം ഏതാണ്? സദാ ബാബ ഓരോ ആത്മാവിനെ പ്രതിയും ഉദാരചിത്തമായിരിക്കുന്നു. ഓരോ ആത്മാവിനെ പ്രതിയും സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും സ്വരൂപത്തിൽ സഹയോഗിയായിരുന്നു. ഇതേപോലെ സ്വയവും ഓരോ ആത്മാവിനെ പ്രതിയും സഹയോഗിയായി സ്വയം അനുഭവിക്കുന്നുണ്ടോ? സഹയോഗം തന്നാൽ സഹയോഗിയാകാം എന്നത് പാടില്ല. സ്നേഹം തന്നാൽ സ്നേഹിയാകാം എന്നത് പാടില്ല. ഇതുപോലെ ബ്രഹ്മബാബ ഓരോ കുട്ടിയെ പ്രതിയും സഹയോഗിയായി സ്നേഹിയായി, അതേപോലെ സദാ സർവരുടെയും സ്നേഹിയും സഹയോഗിയും. ഇതിനെയാണ് സമാനമാവുക എന്ന് പറയുന്നത്. അഥവാ ഏതെങ്കിലും കുട്ടിക്ക് സംസ്കാര പരിവർത്തനം ചെയ്യുന്നതിൽ പ്രയത്നിക്കേണ്ടി വരുന്നുവെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? ബ്രഹ്മബാബ തൻ്റെ മേൽ അറ്റൻഷൻ വച്ചു, എന്നാൽ പ്രയത്നം ചെയ്തില്ല. സംസ്കാര പരിവർത്തനത്തിൽ പ്രയത്നമുണ്ടാകുന്നതിൻ്റെ കാരണമാണ് ലവ്ലി ആയി ലവ്ലീൻ ആയിട്ടില്ല. ബാബ്ദാദ ഓരോ കുട്ടിയെയും ലവ്ലിയായ കുട്ടിയായി മനസ്സിലാക്കുന്നു, അറിയുന്നുമുണ്ട്. ഓരോരുത്തരുടെയും ജാതകം അറിയുന്നു. എന്നിരുന്നാലും എന്താണ് പറയുന്നത്? ലവ്ലിയാണ് എന്ന്. ബാബ്ദാദ ഓരോ കുട്ടിക്കും ഒരേ പഠനം, ഒരേ പാലന, ഒരേ വരദാനം സദാ നൽകുന്നു. ഇത് ലാസ്റ്റ് നമ്പറിലേതാണ് എന്നറിയാമെങ്കിൽ പോലും ബാബ്ദാദ ഒരു കുട്ടിയുടെയും അവഗുണമോ ദൗർബല്യമോ സങ്കല്പത്തിൽ പോലും വയ്ക്കുന്നില്ല. ഓമനകളാണ്, സിഖിലതയാണ്, മധുരമാണ്. ഈ ദൃഷ്ടിയിലൂടെയും വൃത്തിയിലൂടെയും നോക്കുന്നു. കാരണം ബാബ്ദാദയ്ക്കറിയാം, ഈ വൃത്തിയിലൂടെയും ശ്രേഷ്ഠ ദൃഷ്ടിയിലൂടെയും ദുർബലൻ മഹാവീരനായി മാറും. ഇതേപോലെ തന്നെ തൻ്റെ ശ്രേഷ്ഠ വൃത്തിയിലൂടെയും ശുഭഭാവനയിലൂടെയും ശുഭകാമനയിലൂടെയും ആരെയും പരിവർത്തനപ്പെടുത്തുവാൻ സാധിക്കും. പ്രകൃതിയെയും പരിവർത്തനപ്പെടുത്തി കാണിക്കും എന്ന് താങ്കൾ ചലഞ്ച് ചെയ്തു എന്നിരിക്കെ ആത്മാക്കളെ പരിവർത്തനപ്പെടുത്താൻ സാധിക്കില്ലേ? പ്രകൃതി ജീത് ആകുന്നു എന്നിരിക്കെ ആത്മാവിന് ആത്മാവിൻ്റെ ശ്രേഷ്ഠ ഭാവനയിലൂടെ മംഗളത്തിൻ്റെ ഭാവനയിലൂടെ പരിവർത്തനം ചെയ്യുവാൻ സാധിക്കില്ലേ? ഇപ്പോൾ നവവർഷം ആരംഭിക്കുവാൻ പോകുന്നുവല്ലോ. അപ്പോൾ നവവർഷത്തിൽ സർവ പരിധിയില്ലാത്ത ബ്രാഹ്മണ പരിവാരത്തിനിടയിൽ പരസ്പരം ശുഭഭാവനയിലൂടെയും ശ്രേഷ്ഠ കാമനയിലൂടെയും ഓരോരുത്തരും ശ്രേഷ്ഠ പരിവർത്തനം ചെയ്യുന്നതിൽ സഹയോഗിയാകൂ. ദുർബലം ആയിക്കൊള്ളട്ടെ, ഇവരുടെ സംസ്കാരത്തിൽ ഈ ദൗർബല്യമുണ്ട് എന്നറിയുന്നുണ്ട്. എന്നാൽ താങ്കൾ സ്നേഹത്തിൻ്റെയും സഹയോഗത്തിൻ്റെയും ശക്തിയിലൂടെ സഹയോഗിയാകൂ. പരസ്പരം സഹയോഗത്തിൻ്റെ കൈ കോർക്കൂ. ഈ സഹയോഗത്തിൻ്റെ കൈ കോർക്കുന്നതിൻ്റെ ദൃശ്യം ഇങ്ങനെയുള്ളതായി രൂപപ്പെടും. ഇതുപോലെ കൈയിൽ സ്നേഹത്തിൻ്റെ കൈ കോർക്കുന്നത്, സഹയോഗത്തിൻ്റെ കൈ കോർക്കുന്നത് മാലയായി രൂപപ്പെടുന്നത് പോലെ. ശിക്ഷണം നൽകരുത്, സ്നേഹം നിറഞ്ഞ സഹയോഗം നൽകൂ. വേറിട്ടവർ ആകരുത്, അകന്നു മാറരുത്, ആശ്രയമാകൂ. കാരണം താങ്കളുടെ സ്മാരകം വിജയമാലയാണ്. ഓരോ മുത്തും മുത്തിനോടൊപ്പം സഹയോഗിയാണ്. അതിനാലാണ് മാലയുടെ ചിത്രം ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ബാബ്ദാദയോട് ചോദിക്കുന്നു, നവവർഷത്തിൽ എന്താണ് ചെയ്യേണ്ടത്? സന്ദേശം നൽകുന്നതിൻ്റെ കാര്യം വളരെയധികം ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ സന്ദേശവാഹകരുടെ സഹയോഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും രൂപരേഖ സ്റ്റേജിൽ കൊണ്ടുവരൂ. മഹാദാനിയാകൂ, തൻ്റെ ഗുണങ്ങളുടെ സഹയോഗിയാകൂ, ആക്കി മാറ്റൂ.
ഇപ്രകാരം തൻ്റെ ഗുണങ്ങളുടെ, അത് പരമാത്മാവിൻ്റെ ഗുണമാണ്, എന്നാൽ ആ ഗുണങ്ങളെ താങ്കൾ തൻ്റേതാക്കി മാറ്റിയിരിക്കുകയാണ്. ആ ഗുണങ്ങളുടെ ശക്തിയാൽ അവരുടെ ദൗർബല്യം നീക്കം ചെയ്യൂ. ഇത് ചെയ്യുവാൻ സാധിക്കുമോ അതോ പ്രയാസമാണോ? ടീച്ചേഴ്സ് പറയൂ, ചെയ്യാൻ സാധിക്കുമോ അതോ ചെയ്യുക തന്നെ വേണം എന്നാണോ? ചെയ്യുക തന്നെ വേണം. ആരും ദുർബലരായി അവശേഷിക്കരുത്. കാരണം കോടിയിൽ ചിലരാണല്ലോ. ലാസ്റ്റ് മുത്താണെങ്കിൽ പോലും കോടിയിൽ ചിലരാണ്. താങ്കളുടെ ടൈറ്റിൽ തന്നെ മാസ്റ്റർ സർവശക്തിവാൻ എന്നാണ്. അപ്പോൾ സർവശക്തിവാന്റെ കർത്തവ്യം എന്താണ്? ശക്തിയുടെ കൊടുക്കൽ വാങ്ങൽ ചെയ്യുക. ബാബയിലൂടെ ലഭിച്ച ഗുണങ്ങൾ പരസ്പരം കൊടുക്കൽ വാങ്ങൽ ചെയ്യൂ. ഈ സഹയോഗത്തിൻ്റെ ഗിഫ്റ്റ് അന്യോന്യം നൽകൂ. നവവർഷത്തിൽ പരസ്പരം ഗിഫ്റ്റ് നൽകാറുണ്ടല്ലോ. അപ്പോൾ ഈ വർഷത്തിൽ അന്യോന്യം ഗുണങ്ങളുടെ ഗിഫ്റ്റ് നൽകൂ. അഥവാ മംഗളത്തിൻ്റെ ഭാവന വയ്ക്കുകയാണെങ്കിൽ ഏതുപോലെ പ്രഭാഷണം നടത്തി വാക്കിലൂടെ സന്ദേശം നൽകുന്നുവല്ലോ, അതേപോലെ തൻ്റെ മംഗളത്തിൻ്റെ ഭാവനയിലൂടെ, മംഗളത്തിൻ്റെ വൃത്തിയിലൂടെ, മംഗളത്തിൻ്റെ വായുമണ്ഡലത്തിലൂടെ ഈ ഗുണങ്ങളുടെ ഗിഫ്റ്റ് നൽകൂ, ശക്തികളുടെ ഗിഫ്റ്റ് നൽകൂ. ദുർബലർക്ക് സഹയോഗം നൽകുന്നത് വേണ്ട സമയത്ത് ഗിഫ്റ്റ് നൽകൽ ആണ്. വീണുപോയവരെ വീഴ്ത്തരുത്, ഉയർത്തൂ, ഉയരങ്ങളിൽ ഉയർത്തൂ. ഇവർ ഇങ്ങനെയാണ് പാടില്ല. ഇവർ പ്രഭുവിൻ്റെ സ്നേഹത്തിന് പാത്രമാണ്. കോടിയിൽ ചിലരിലുള്ള ആത്മാവാണ്, വിശേഷ ആത്മാവാണ്, വിജയിയാകുന്ന ആത്മാവാണ്. ഈ ദൃഷ്ടി വയ്ക്കൂ. ഇപ്പോൾ വൃത്തി, ദൃഷ്ടി, വായുമണ്ഡലം ചേഞ്ച് ചെയ്യൂ. എന്തെങ്കിലും നവീനത ചെയ്യണമല്ലോ. ദൗർബല്യം കണ്ടും കാണരുത്. ഉന്മേഷം നൽകൂ, സഹയോഗം നൽകൂ. ഇങ്ങനെയുള്ള ബ്രാഹ്മണ സംഘടന തയ്യാറാക്കൂ. അപ്പോൾ ബാബ്ദാദ വിജയത്തിൻ്റെ കൈയടിക്കും. താങ്കളും വീണ്ടും വീണ്ടും കൈയടിക്കുന്നുവല്ലോ. ബാബ്ദാദയും ആശംസകൾ, അനുമോദനങ്ങൾ, ഗ്രീറ്റിംഗ്സ് എന്നതിൻ്റെ കൈയടിക്കും. താങ്കളും കൂടെ കൈയടിക്കുമല്ലോ. ഇപ്പോൾ കൈയടിച്ചു, നല്ലതാണ് ചെയ്തത്. എന്നാൽ വിശ്വത്തിൻ്റെ മുന്നിൽ കൈയടിക്കൂ. സർവരുടെയും വായിൽ നിന്നും ഈ ശബ്ദം വരണം: നമ്മുടെ ഇഷ്ടരായവർ വന്നിരിക്കുകയാണ്, നമ്മുടെ പൂജ്യർ വന്നിരിക്കുകയാണ്. ലക്ഷ്യം ഉറച്ചതാണല്ലോ. ചെയ്യുക തന്നെ വേണം എന്ന ലക്ഷ്യം ഉറച്ചതാണോ? അതോ നോക്കട്ടെ, പ്ലാൻ ഉണ്ടാക്കാം എന്നാണോ? ചെയ്യുക തന്നെ വേണം. പ്ലാൻ എന്താണ്? ചെയ്യുക തന്നെ വേണം. ഇപ്പോൾ എല്ലാവരും കാത്തിരിക്കുകയാണ്. ഇപ്പോൾ ഇവരുടെ കാത്തിരിപ്പ് സമാപ്തമാക്കൂ. പ്രത്യക്ഷമാകുന്നതിൻ്റെ ഒരുക്കങ്ങൾ ചെയ്യൂ. നോക്കൂ, പ്രകൃതിയും ഇപ്പോൾ എത്ര അസ്വസ്ഥമായി കൊണ്ടിരിക്കുന്നു. അപ്പോൾ പ്രകൃതിയെയും ശാന്തമാക്കൂ. താങ്കൾ പ്രത്യക്ഷമാവുകയാണെങ്കിൽ വിശ്വശാന്തി സ്വതവേ ഉണ്ടാകും. ശരി. ഇക്കാലത്ത് വിശ്വത്തിൽ 2 കാര്യങ്ങൾ വിശേഷിച്ച് നടക്കുന്നു. ഒന്ന് എക്സസൈസ്, മറ്റൊന്ന് ആഹാരത്തിൻ്റെ മേൽ അറ്റൻഷൻ. അപ്പോൾ താങ്കളും ഈ 2 കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? താങ്കളുടെ എക്സസൈസ് ഏതാണ്? ശാരീരിക എക്സസൈസ് ആണെങ്കിൽ എല്ലാവരും ചെയ്യുന്നു. എന്നാൽ മനസ്സിൻ്റെ എക്സസൈസ്, ഇപ്പോൾ ബ്രാഹ്മൺ സോ ഫരിഷ്ത, ഫരിഷ്ത സോ ദേവത. ഈ മനസ്സ ഡ്രില്ലിൻ്റെ അഭ്യാസം സദാ ചെയ്തുകൊണ്ടിരിക്കൂ. ശുദ്ധ ആഹാരമാണ് മനസ്സിൻ്റെ ശുദ്ധ സങ്കല്പം. അഥവാ വ്യർത്ഥ സങ്കല്പവും നെഗറ്റീവ് സങ്കല്പവും നടക്കുന്നുവെങ്കിൽ ഇത് മനസ്സിൻ്റെ അശുദ്ധ ആഹാരമാണ്. അപ്പോൾ മനസ്സിൽ സദാ ശുദ്ധ സങ്കല്പം ഉണ്ടായിരിക്കട്ടെ. രണ്ടും ചെയ്യാൻ അറിയാമല്ലോ. എത്ര സമയം ആഗ്രഹിക്കുന്നുവോ അത്രയും സമയം ശുദ്ധ സങ്കല്പ സ്വരൂപമാകൂ. ശരി. 4 ഭാഗത്തുമുള്ള പരമാത്മാ സ്നേഹത്തിൻ്റെ അധികാരികളായ വിശേഷ ആത്മാക്കൾക്ക് സദാ അന്യോന്യം സഹയോഗിയാകുന്ന ബാബയുടെ സ്നേഹിയും സഹയോഗിയുമായ ആത്മാക്കൾക്ക് സദാ വിജയിയാണ്. വിജയത്തിൻ്റെ കൊടി വിശ്വത്തിൽ പാറിക്കണം എന്ന ലക്ഷ്യത്തെ പ്രാക്ടിക്കലിൽ കൊണ്ടുവരുന്ന
വിജയികളായ കുട്ടികൾക്ക് സദാ ഈ പഴയ ലോകത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ആകർഷണത്തിന് ഉപരിയായിരിക്കുന്ന ബാബയ്ക്ക് സമാനമായ കുട്ടികൾക്ക് ദീലാരാമനായ ബാബയുടെ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹസ്മരണകൾ. നമസ്തേ. ദാദിജിയോട് വളരെ നല്ല പാർട്ട് അഭിനയിച്ചു കൊണ്ടിരിക്കുന്നു. താങ്കളെ കണ്ട് എല്ലാവർക്കും ഫരിഷ്ത ലൈഫ് ഓർമ്മ വരുന്നു, വേറിട്ടതും പ്രിയപ്പെട്ടതും. ഗുജറാത്തിലെ 13 മുഖ്യ സഹോദരിമാരോട് നല്ല നല്ല മഹാവീരന്മാരാണ്. മഹാവീരന്മാരുടെ ജോലിയാണ് വിജയിയാക്കി മാറ്റുക എന്നത്. അപ്പോൾ എല്ലാവരും നല്ല സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭാവിയിലും സേവനം നടന്നുകൊണ്ടിരിക്കും. ബാബ്ദാദ കുട്ടികളുടെ ഉന്മേഷവും ഉത്സാഹവും കണ്ട് സന്തോഷിക്കുന്നു. ശരി, ഗുജറാത്തിൽ വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഭാവിയിൽ വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കും. ബാബ്ദാദയ്ക്ക് എല്ലാ കുട്ടികളും ആശകളുടെ ദീപമായി തോന്നുകയാണ്. നല്ലതാണ്. സംഘടനയും നല്ലതാണ്. ഓരോരുത്തർക്കും വിശേഷതയുണ്ട്. ശരി, സന്തുഷ്ടമാണ്. സന്തോഷം പങ്കുവയ്ക്കുന്നവരാണ്. സർല ദീദി ചോദിക്കുന്നു, ദാദി മാലയിൽ ആരെയാണ് വെച്ചിരിക്കുന്നത്? താങ്കൾ എന്ത് മനസ്സിലാക്കുന്നു? നമ്മൾ ഉണ്ടായിരിക്കുക തന്നെ ചെയ്യും എന്നാണല്ലോ മനസ്സിലാക്കുന്നത്. കുറച്ചൊക്കെ അന്യോന്യം സഹയോഗം നൽകണം. എന്തെല്ലാം അവശേഷിക്കുന്നുവോ അത് സമാപ്തമാകും. എല്ലാവരും ബാബയ്ക്ക് സമാനം ആകുന്നവർ തന്നെയാണ്. ബാബയോട് ചോദിച്ചു, നവീനത എന്തു ചെയ്യട്ടെ? കേൾപ്പിച്ചുവല്ലോ, ഓരോരോ സെന്ററും ഏറ്റവും കുറഞ്ഞത് ഒരു അവകാശിയെ തയ്യാറാക്കൂ. അപ്പോൾ ഈ വർഷം അതിനെ കൊണ്ടുവരണം. 21 അവകാശിയെ കൊണ്ടുവരണം. ഇത് ആരംഭിക്കൂ. ആദ്യ നമ്പറിൽ വരൂ. എല്ലാവരും അതെ എന്ന് പറയുകയാണ്. അവകാശിയുടെ ക്വാളിഫിക്കേഷൻ അറിയാമല്ലോ. ഇവരെ എല്ലാം ബാബയുടേതാക്കി മാറ്റുമല്ലോ, തൻ്റേതാക്കി മാറ്റുകയില്ല. ശരി, ഓം ശാന്തി. ഗുജറാത്തിൻ്റെ സേവനമാണ്. ഗുജറാത്തിലുള്ളവർ മാത്രമാണ് കൂടിക്കാഴ്ച ആഘോഷിക്കാൻ വന്നിരിക്കുന്നത്. ഗുജറാത്തിലുള്ളവർ ആരെല്ലാം ഉണ്ടോ, വന്നിരിക്കുന്നവർ ആയാലും സേവനത്തിൽ വന്നവരായാലും അവർ കൈ ഉയർത്തോ. വളരെ പേരുണ്ട്. വളരെ നല്ലത്. നല്ല ചാൻസ് എടുത്തിരിക്കുകയാണ്. ഗുജറാത്തിനെ കുറിച്ച് ബാബ്ദാദ പറയുന്നു, സിന്ധിയിൽ ഒരു ചൊല്ലുണ്ട്, ആരാണോ പാചകശാലയിൽ അവർ ഹൃദയത്തിലാണ്. അപ്പോൾ ഏറ്റവും സമീപത്തിലും സമീപം ഗുജറാത്താണ്. ആരാണോ സമീപമുള്ളത് അവരെ വെളിപ്പുറത്തുള്ളവർ എന്ന് പറയുന്നു. തികച്ചും സമീപത്ത്. വിളിക്കൂ, എത്തിച്ചേരുകയും ചെയ്തു. ഗുജറാത്തിലുള്ളവർ ഇങ്ങനെ എവർ റെഡിയാണല്ലോ. വരൂ എന്ന് എപ്പോൾ വിളിച്ചാലും വരുമോ? ഇങ്ങനെയാണോ? കുടുംബത്തെ നോക്കുകയില്ലല്ലോ. വരുമോ? എവർ റെഡിയാണ്. നല്ലതാണ്. ഗുജറാത്ത് സാകാര ബ്രഹ്മാവിൻ്റെ പ്രേരണയിലൂടെ സ്ഥാപിതമായതാണ്. ഗുജറാത്ത് അല്ല, ഗുജറാത്തിന് ക്ഷണം നൽകിയത് ബ്രഹ്മബാബയാണ്. ഗുജറാത്ത് തുറന്നത്. അപ്പോൾ ഗുജറാത്തിൻ്റെ മേൽ വിശേഷിച്ച് ബ്രഹ്മബാബയുടെ ദൃഷ്ടി പതിഞ്ഞിട്ടുണ്ട്. ഗുജറാത്ത് പുരുഷാർത്ഥവും ചെയ്തു. സെന്റർ നന്നായി തുറന്നിരിക്കുകയാണ്. എത്ര സെന്റേഴ്സ് ഉണ്ട്? മുന്നിലുള്ളവർ പറഞ്ഞു, 300 സേവാ കേന്ദ്രങ്ങൾ, ഉപസേവാ കേന്ദ്രങ്ങളുണ്ട്, 3000 ഗീതാ പാഠശാലകളുണ്ട്. ശരി, ഏറ്റവും കൂടുതൽ സെന്റർ ഏത് സോണിൻ്റേതാണ്? മുന്നിലുള്ളവർ പറഞ്ഞു, ബോംബെ, മഹാരാഷ്ട്രയുടെ. ശരി, മഹാരാഷ്ട്രയിലുള്ളവർ വന്നിട്ടുണ്ടോ? ഇന്ന് വന്നിട്ടില്ല. ഗുജറാത്തിലുള്ളവർ സേവനം നന്നായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗുജറാത്തിൻ്റെ വിസ്താരവും നല്ലതാണ്. ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? വിസ്താരമുണ്ട്. വിസ്താരം നന്നായി ചെയ്തു. ഇപ്പോൾ ഗുജറാത്തിലുള്ളവർ നമ്പർ 1 അവകാശിയെ തയ്യാറാക്കണം. വലിയ സേവാ കേന്ദ്രങ്ങളും പഴയ അവകാശികളും ഏതായാലും ഉണ്ട്. എന്നാൽ പുതിയ ഏതെങ്കിലും അവകാശിയെ കണ്ടെത്തൂ. ഏറ്റവും കുറഞ്ഞത് ഒന്നൊന്നായി കണ്ടെത്തൂ. കാരണം മാലയിലെ മുത്താകുന്നത് അവകാശി ക്വാളിറ്റി ഉള്ളവരായിരിക്കും.
അപ്പോൾ മാല തയ്യാറാക്കണമല്ലോ. 16,108ൻ്റെയും മാല ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ അഥവാ ബാപ്ദാദ 108ൻ്റെ മാല ഉണ്ടാക്കൂ എന്ന് പറയുകയാണെങ്കിൽ ഉണ്ടാക്കുവാൻ സാധിക്കുമോ? ദാദിമാർ പറയട്ടെ, 108ൻ്റെ മാല തയ്യാറാവുക സാധ്യമാണോ? ദാദിജി പറഞ്ഞു, ഉണ്ടാവുക സാധ്യമാണ്. തയ്യാറാണോ? 108ൻ്റെ മാല തയ്യാറായി കഴിഞ്ഞോ? ദാദി പറഞ്ഞു, അതെ ബാബ, തയ്യാറാണ്. ശരി, എഴുതി കാണിക്കണം. തയ്യാറാണെങ്കിൽ വളരെ നല്ലത്. ആശംസകൾ. ശരി, 16,000ൻ്റെ മാല പകുതിയോളം ആയോ? ദാദി പറഞ്ഞു, പകുതിയല്ല, അതിനേക്കാളും കൂടുതൽ ആയി. നല്ലതാണല്ലോ. നോക്കൂ, ഗുപ്ത രൂപത്തിൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. താങ്കളുടെ ദാദി കണ്ടിട്ടുണ്ട്. നല്ലതാണ്. ഇപ്പോൾ താങ്കളോട് എല്ലാവരും ചോദിക്കും, മാലയിൽ എൻ്റെ പേരുണ്ടോ? നല്ലതാണ്. ഇങ്ങനെയുള്ള ശുഭഭാവനയും ശുഭപ്രതീക്ഷകളും തയ്യാറാക്കുക തന്നെ ചെയ്യുന്നു. ഇപ്പോൾ എല്ലാവരും കേട്ടുവല്ലോ. സ്വയം ചെക്ക് ചെയ്യണം, ഞാൻ ആ മാലയിൽ എവർ റെഡിയാണോ? ശരി, മറ്റെന്താണ് ചെയ്യേണ്ടത്? ഹാർട്ട് പേഷ്യൻസിൻ്റെ കാഡ് ഗ്രൂപ്പ് വന്നിരിക്കുകയാണ്. നല്ലതാണ്. ശബ്ദം വ്യാപിപ്പിക്കുന്നതിൻ്റെ ഈ ഉപാധിയും വളരെ നല്ലതാണ്. കാരണം പ്രാക്ടിക്കൽ തെളിവ് കാണുന്നുവല്ലോ. ചിലവൊന്നുമില്ലാതെ മെഡിറ്റേഷനിലൂടെ ശരിയാവുക എന്നത് എല്ലാവർക്കും വളരെ നല്ലതായി തോന്നുന്നു. ഇപ്പോൾ പതുക്കെ ഇതിൻ്റെ അഭിവൃദ്ധി ഉണ്ടാക്കിക്കൊണ്ടിരിക്കൂ. ചെയ്തുകൊണ്ടിരിക്കുന്നതായി കേട്ടു. സഫലതയും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ലഭിച്ചുകൊണ്ടിരിക്കും. പിന്നെ ബാബ്ദാദ ഈ കാര്യത്തിനു വേണ്ടി നിമിത്തമാവുന്നവർക്ക് ആശംസകൾ നൽകുകയാണ്. ഒഫീഷ്യൽ ഗവൺമെൻറ് വരെയും റിസൾട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇനിയും വ്യാപിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ മെഡിറ്റേഷൻ്റെ മഹത്വം വർദ്ധിച്ചു വരും. പിന്നെ ബാബ്ദാദയ്ക്ക് ഈ വിധി ഇഷ്ടമാണ്. ശരി. വരദാനം: മനസ്സിൻ്റെ മൗനത്തിലൂടെ സേവനത്തിൻ്റെ പുതിയ ഇൻവെൻഷൻ കണ്ടെത്തുന്ന സിദ്ധി സ്വരൂപമായി ഭവിക്കട്ടെ. ഏതുപോലെ ആദ്യം മൗനവ്രതം വയ്ക്കുമായിരുന്നു. അപ്പോൾ എല്ലാവരും ഫ്രീ ആയിരുന്നു. സമയം ലാഭിക്കുമായിരുന്നു. ഇതേപോലെ ഇപ്പോൾ മനസ്സിൻ്റെ മൗനം വയ്ക്കൂ. അതിലൂടെ വ്യർത്ഥ സങ്കല്പങ്ങൾ വരികയേ ചെയ്യരുത്. വായിൽ നിന്നും ശബ്ദം വരാത്തതുപോലെ വ്യർത്ഥ സങ്കല്പങ്ങൾ വരരുത്. ഇതാണ് മനസ്സിൻ്റെ മൗനം. അപ്പോൾ സമയം ലാഭിക്കും. ഈ മനസ്സിൻ്റെ മൗനത്തിലൂടെ സേവനത്തിൻ്റെ ഇങ്ങനെയുള്ള പുതിയ ഇൻവെൻഷൻ ഇറങ്ങും. അതിലൂടെ സാധന കുറവും സിദ്ധി കൂടുതലും ഉണ്ടാകും. ഏതുപോലെ സയൻസിൻ്റെ സാധനങ്ങൾ സെക്കൻഡിൽ വിധിയെ പ്രാപ്തമാക്കിക്കുന്നു, അതേപോലെ ഈ സൈലൻസിൻ്റെ സാധനത്തിലൂടെ സെക്കൻഡിൽ വിധി പ്രാപ്തമാകും. സ്ലോഗൻ: ആരാണോ സ്വയം സമർപ്പിത സ്ഥിതിയിൽ ഇരിക്കുന്നത് അവരുടെ മുന്നിൽ സർവരുടെയും സഹയോഗവും സമർപ്പിതമാകുന്നു. അവ്യക്ത സൂചന: ആത്മീയ സ്ഥിതിയിൽ ഇരിക്കുന്നതിൻ്റെ അഭ്യാസം ചെയ്യൂ, അന്തർമുഖിയാകൂ. അനേകം പ്രകാരത്തിലുള്ള വ്യക്തിയുടെ വൈഭവത്തിൻ്റെ അഥവാ അനേകം പ്രകാരത്തിലുള്ള വസ്തുക്കളുടെ സമ്പർക്കത്തിൽ വരുമ്പോഴും ആത്മീയ ഭാവവും അനാസക്ത ഭാവവും ധാരണ ചെയ്യൂ. ഈ വൈഭവങ്ങളും വസ്തുക്കളും അനാസക്തരുടെ മുന്നിൽ ദാസിയുടെ രൂപത്തിൽ ആയിരിക്കും. ആസക്ത ഭാവമുള്ളവരുടെ മുന്നിൽ കാന്തം പോലെ കുടുക്കുന്നവ ആയിരിക്കും. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. സമയത്തിൻ്റെ വിശേഷ മഹത്വം ബുദ്ധിയിൽ ഉറപ്പിച്ച് ഞാൻ ഒരു സെക്കൻഡിൽ അശരീരി ആത്മസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഈ ശക്തിശാലി അശരീരി അവസ്ഥയിൽ ഞാൻ ശബ്ദത്തിനുപരി
വേറിട്ട അവസ്ഥ അനുഭവിക്കുന്നു. മുക്തിധാമത്തിൽ നിന്നും കർമ്മക്ഷേത്രത്തിൽ വന്നതും അശരീരി ആയി തന്നെ സദ്ഗുരുവായ ബാബയോടൊപ്പം മുക്തിധാമത്തിലേക്ക് ഈ കൽപ്പാന്ത്യത്തിൽ മടങ്ങേണ്ടതും അശരീരി ആയി തന്നെ. ദേഹവും ദേഹത്തിൻ്റെ ദേശവും മറന്ന് ഒരു സെക്കൻഡിൽ ഞാൻ അശരീരി ആത്മാവായി പരംധാം നിവാസിയാകുന്നു. ഓൾമൈറ്റി അതോറിറ്റിയായ ബാബയുടെ ഏകസ്മൃതിയിൽ യോഗയുക്തമായി ഞാൻ സ്ഥിതി ചെയ്യുന്നു. മറ്റൊരു സങ്കല്പവുമില്ലാതെ ഈ അവസ്ഥയിൽ സൈലൻസിൻ്റെ ശക്തി ഞാൻ ശേഖരിക്കുന്നു. സർവബന്ധനമുക്ത സ്ഥിതി ഞാൻ അനുഭവിക്കുന്നു. ഈ അശരീരി അവസ്ഥയിൽ സർവപ്രകാരത്തിലുള്ള ഉദാസീനതകളും വിഷമതകളും അകലുന്നു. പരമാത്മാ സ്മൃതിയിൽ എൻ്റെ മനസ്സ് യോജിച്ചിരിക്കുന്നു. ഒരു സെക്കൻഡിൽ ഞാൻ മസ്തകത്തിലെ ആത്മസിംഹാസനത്തിലേക്ക് കർമ്മേന്ദ്രിയങ്ങളുടെ രാജാവായി സ്ഥിതി ചെയ്യുന്നു. ഈ ശക്തിശാലി സ്ഥിതിയിൽ പ്രഭു പ്രീതിയുടെ ആത്മീയ ഈണത്തിൽ ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സ് സന്തോഷത്താൽ നൃത്തമാടുന്നു. ഈ സന്തോഷത്തിൻ്റെ അലകൾ ഞാൻ മുഴുവൻ വിശ്വത്തിലേക്കും വ്യാപിപ്പിക്കുന്നു.